ഇതിനകത്ത് ഏതാണ്ട് 28 സാക്ഷികളാണ് കൂറുമാറിപ്പോയത്. ഈ 28 സാക്ഷികൾ കൂറുമാറിയതിനകത്ത് സിനിമയ്ക്കകത്തുള്ള പ്രബലന്മാരായ ആളുകൾ തന്നെയുണ്ട്. നടൻ മുകേഷ് തുടങ്ങി ഇടവേള ബാബു, പിന്നെ ഭാമ നടി ബിന്ദു പണിക്കർ, നടൻ സിദ്ദിഖ്, അങ്ങനെ 28ഓളം പേർ ഈ മൊഴി പോലീസിന് കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞ ആളുകളാണ്. ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളായിരുന്നുള്ളൂ. ഈ കോൺസ്പിറസി തെളിയിക്കാൻ പൾസർ സുനിയുമായി ദിലീപിന് ബന്ധമുണ്ട് എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോ പൾസർ സുനിയുടെ അഭിഭാഷകനായ പ്രതീഷ് എന്ന് പറയുന്ന അഭിഭാഷകൻ വരെ പരസ്യമായിട്ട് 3-4 ദിവസം മുമ്പിൽ പറഞ്ഞു തുടങ്ങി പൾസർ സുനിക്ക് ദിലീപിനെ നേരത്തെ തന്നെ അറിയാം. ഈ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണം ഉൾപ്പെടെ പല കമ്പനികളുടെ പേരിൽ, പല സിനിമാ കമ്പനികളുടെ പേരിൽ ഈ പൾസർ സുനിക്ക് പണം അയച്ചത് ഉൾപ്പെടെയുള്ള രേഖകൾ പിന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. കാരണം അതിനകത്ത് അത്രത്തോളം പൾസർ സുനി എഴുതിയ 2 കത്തുകൾ, പൾസർ സുനിക്ക് ഇപ്പൊ മനംമാറ്റം വന്നുപോയി, പൾസർ സുനി നല്ലവനായി എന്നൊക്കെയാണ് പൾസറിന്റെ അമ്മ പോലും പറയുന്നത്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നിരുന്നാലും ഈ പൾസർ സുനിക്ക് 1.5 കോടി രൂപ കൊടുത്തിരുന്നെങ്കിൽ ആ 1.5 കോടിയല്ല അതിൽ കൂടുതലും ഞാൻ കൊടുത്തേനെ, ഇയാൾ ഈ കുഴപ്പത്തിന് പോയതാണെന്ന് ദിലീപ് പറയുന്ന വോയിസ് ക്ലിപ്പ് വരെ കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ആ വോയിസ് ക്ലിപ്പ് എന്റെ പക്കലുമുണ്ട്. ആ വോയിസ് ക്ലിപ്പ് പല ചാനലുകളും പിന്നെ ടെലികാസ്റ്റ് ചെയ്താണ്, 24 ഉൾപ്പെടെ ടെലികാസ്റ്റ് ചെയ്താണെന്ന് എന്റെ ഓർമ്മ. അപ്പോ അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകളുടെ ഒരു ബഹളം തന്നെ ഉണ്ടായിരുന്നു. ദിലീപ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ മെമ്മറി കാർഡ് വീട്ടിലിട്ട് കണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഈ ദിലീപിന്റെ കയ്യിലുള്ള ഫോണുകൾ, 4 ഫോണുകൾ ഹൈക്കോടതി എത്ര തവണ ആവർത്തിച്ച് ചോദിച്ചു, എത്രയോ തവണ ഹൈക്കോടതി ഉത്തരവിട്ടു ആ ഫോണുകൾ ഹാജരാക്കണം. എന്നിട്ട് ഹാജരാക്കിയോ? അവസാനം കൊടുത്തു. ചണ്ടിയായ 3 ഫോണുകൾ ഹൈക്കോടതിയിൽ കൊടുത്തു. ബോംബെയിൽ കൊണ്ടുപോയി, അഡ്ലാബിൽ കൊണ്ടുപോയി, അതിനകത്തെ പിന്നെ വിവരങ്ങളെല്ലാം അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വെറും ഫോണുകൾ മാത്രം കോടതിയിലേക്ക് കൊടുത്തു. എറണാകുളത്ത് ഹയാത്ത് റീജൻസിയിലും അതേപോലെ പിന്നെ പനമന നഗറിലുള്ള റീജൻസി ഹോട്ടലിലും ഒരുമിച്ച് റൂം എടുത്തിരുന്നിട്ട് അവിടെ സായി ശങ്കർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ഈ വക്കീലും ദിലീപും കൂടെ ഒരുമിച്ചിരുന്ന് ഫോണിനകത്തുള്ള വിവരങ്ങളെല്ലാം എടുത്തു കളഞ്ഞില്ലേ? ഇതൊക്കെ തെളിവുള്ള ഉള്ളതല്ലേ? കുറ്റം ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? എന്താണ്?